വന്നിരിക്കുന്നതാണെന്ന് റീത്ത് വയ്ക്കാനല്ലേ. കോളേജ് യാഥാർത്ഥ്യമാക്കണമെന്നാണ് ആഗ്രഹിച്ചുകൊണ്ട് ഹർത്താലും ബന്ധം നടത്തി പാലക്കാട് ജനങ്ങളായി ഞങ്ങൾ നേടിയെടുത്ത ഒരു യുവാസ്വപ്നമാണ് ഈ മെഡിക്കൽ കോളേജ്. ഇന്നും ബിൽഡിങ്ങുകൾ അഹോരാത്രം പണ്ട് കെട്ടിപ്പൊക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്ന രീതി ഇന്നും ഇവിടെ ആവിഷ്കരിച്ചിട്ടില്ല. പല ചികിത്സകളും ഇവിടുന്ന് തൃശ്ശൂരിലേക്കും കോഴിക്കോടിലേക്കും ഇവിടുന്ന് റെഫർ ചെയ്യാണ്. അതിനൊരു ഇരയാണ് നമ്മുടെ വിനോദി എന്ന കുട്ടി. ആ കുട്ടി ചിറ്റൂരിലൊരു വീട്ടിൽ നിന്നൊരു അപകടം സംഭവിച്ചപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പോയി. താലൂക്ക് ആശുപത്രിയിൽ നിന്നും അത് റെഫർ ചെയ്തത് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിലേക്കാണ്. ജില്ലാ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് കൃത്യമായ ഒരു ചികിത്സ കൊടുക്കുവാൻ ജില്ലാ ഹോസ്പിറ്റലിൽ സാധിച്ചില്ല. അവിടെ നിന്നും അവർ പറ്റുന്ന രീതിയിലെല്ലാം വെച്ച് കെട്ടിയിട്ട് ആ കുട്ടിയെ പറഞ്ഞയച്ചു. ആ കുട്ടി വേദന സഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം അവിടെ എത്തി. ആ കുട്ടി ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എല്ല് പൊട്ടിയതല്ലേ, സ്വാഭാവികമായിട്ടും വേദന ഉണ്ടാവും, വേദന സംഹാരി എന്ന ഗുളിക കൊടുത്ത് കുട്ടിയെ പറഞ്ഞയച്ചു. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി എന്നാണ് ആ കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം രേഖയുണ്ട് എൻ്റെ കയ്യിൽ. ഞാനും ഈ വിഷയം സംബന്ധിച്ചിട്ട് ഇന്ന് കേസ് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായി പറയുന്നത്. അതിനുശേഷം 5-ാം ദിവസം ആ കുട്ടി ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് പറയുന്നത്, കുട്ടിയെ മോളുടെ കയ്യിൽ രക്തോട്ടം നിലച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണം. ഏത് മെഡിക്കൽ കോളേജിലേക്കാണ് പോകേണ്ടത്? കോഴിക്കോടിലേക്ക്. ഈ മെഡിക്കൽ കോളേജ് എന്താണ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതിന് സ്ഥാപനം കൊണ്ടുള്ള ഗുണം? അതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജ് ഇവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ടെങ്കിലും കൃത്യമായ ഒരു ചികിത്സാ സമ്പ്രദായം ഇവിടെ നടപ്പാക്കിയിട്ടില്ല എന്നൊരു തെളിവാണ് ഈ ഇരയായ കുട്ടി. അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് ഈ മെഡിക്കൽ കോളേജ് എന്ന ഈ ശവമഞ്ചത്തിൽ റീത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പാലക്കാടിൽ നടത്താനിരിക്കുന്ന ഈ നിയമസഭാ ഇലക്ഷനിൽ പാലക്കാടിലെ കേന്ദ്രങ്ങളാവുന്ന 3 സ്ഥാനാർത്ഥികളും ഇവരെ അറിയിച്ചിട്ടുണ്ട്. ഈ 3 സ്ഥാനാർത്ഥികൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ സമരത്തിന് അനുഭാവപൂർവ്വം ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഞങ്ങളിവിടെ ജില്ലയിൽ ഈ മണ്ഡലത്തിൽ അവർക്ക് വോട്ട് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെടും. അതല്ല ഇതിനോട് മുഖത്തിന് പുറം തിരിച്ചു നിൽക്കുകയാണെങ്കിൽ അതിശക്തമായ ഭാഷയിൽ ഞങ്ങൾ പറയും, ഈ കേഡറ്റുകളെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ അഹോരാത്രം പണിയെടുക്കും. അതിന് തെളിവാണ് ഇന്ന് ഇവിടെ നടത്തിയിട്ടുള്ള ഈ ശവമഞ്ചം വെച്ച് നടത്തിയിട്ടുള്ള പ്രതീകാത്മകമായി നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധമായി ധർണ. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഇന്നാണ്. ഇങ്ങോട്ട് അല്ലെങ്കിൽ ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും, പുറത്തേക്ക് റീത്തിൽ പിടിച്ചു നിന്ന് റീത്തിലൊന്ന് പിടിച്ചു നിന്ന്
പാലക്കാട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ട് 13 വർഷമായി. ഇന്ത്യയിൽ തന്നെ മധ്യ ബുദ്ധിമണ്ഡലത്തിന് പേരിൽ ആരംഭിച്ച ഒരു മെഡിക്കൽ കോളേജാണ് ഈ മെഡിക്കൽ കോളേജ്. ഇന്നും പല കേസും റെഫർ ചെയ്യുന്നത് തൃശ്ശൂരിലേക്കും കോഴിക്കോടിലേക്കുമാണ്. കാരണം ഈ മെഡിക്കൽ കോളേജ് ഇന്നും യാഥാർത്ഥ്യമാകാതെ കിടക്കുന്ന ഒരു ഫലകം പോലുള്ള